ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതം ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷദന്തമോന്തം സംസാരിണം കരുണയാകപുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്കിന്ന് ക്ലാസ് എടുക്കേണ്ടത് 9-ാം അധ്യായത്തിലെ 4ഉം 5ഉം ശ്ലോകങ്ങളാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. നമുക്ക് 4ാമത്തെ ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമി നാമിനെ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്ലോകം നമ്പർ 4. ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവ്യച്യുതമിവാമരം പ്രണേമു പാണ്ഡവാ ഭീഷ്മം സാനുഗാ സഹചക്രിണ. ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവ്യച്യുതമിവാമരം പ്രണേമു പാണ്ഡവാ ഭീഷ്മം സാനുഗാ സഹചക്രിണ. ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവ്യച്യുതമിവാമരം പ്രണേമു പാണ്ഡവാ ഭീഷ്മം സാനുഗാ സഹചക്രിണ. ഹരേ കൃഷ്ണ. നമുക്ക് അതിന്റെ വേർഡ്സ് നോക്കാം. ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവ ച്യുത ഇവ. ദിവ ച്യുത ഇവ അമരം. ദിവച്യുതം ഇവാമരം എന്നുള്ളതിനെ പിരിക്കുമ്പോൾ ദിവ
ച്യുത ഇവ അമരം എന്ന് വരുന്നു. പ്രണേമു പാണ്ഡവ ഭീഷ്മം സാനുഗ സഹചക്രണ. സോറി, പാണ്ഡവ എടുക്കണ്ടാതെ പാണ്ഡവ എടുത്താൽ മതി, കാരണം പാണ്ഡവ വിളിക്കുകയാണ്. പ്രണേമു പാണ്ഡവ ഭീഷ്മം സാനുഗ സഹചക്രണ. ദൃഷ്ട്വ ഇപ്രകാരം കണ്ടിട്ട്, ഇതേ രീതിയിൽ കണ്ടിട്ട്, നിപതിതം ശയിക്കുന്ന, ഭൂമൗ ഭൂമിയിൽ, ദിവ ആകാശത്തു നിന്ന്, ച്യുത പതിച്ചു, ഇവ എന്ന് പറഞ്ഞാൽ പോലെ, അമരം ദേവൻ, പ്രണേമു പ്രണമിച്ചു, പാണ്ഡവ പാണ്ഡുപുത്രരെ, ഭീഷ്മം ഭീഷ്മദേവനെ, സ അനുഗാഹ ഇളയ പ്രാതാക്കളോടൊപ്പം, സഹ കൂടെ, ചക്രണ ഭഗവാൻ അല്ലെങ്കിൽ സുദർശന ചക്രം കയ്യിലേന്തിയ ആള് എന്നുള്ളതാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. നമുക്കതിന്റെ വിവർത്തനം ഒന്ന് നോക്കാം. വിണ്ണിൽ നിന്നും പതിച്ച ദേവനെ പോലെ ഭൂമിയിൽ ശയിക്കുന്ന അദ്ദേഹത്തെ രാജാവ് യുധിഷ്ഠിരനും അദ്ദേഹത്തിന്റെ ഇളയ പ്രാതാക്കളും ശ്രീകൃഷ്ണ ഭഗവാനും പ്രണമിച്ചു. അപ്പൊ നമ്മളിവിടെ ഭീഷ്മപിതാമഹന്റെ പതനം അവിടെ കിടക്കുന്നത് കണ്ടിട്ട് അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മള് കുന്തി പ്രയർ എല്ലാം പഠിച്ചു. ഓരോ ആ പ്രയേഴ്സ് എല്ലാം 18 തൊട്ട് 40ാമത്തെ പ്രയർ വരെയും പഠിച്ചിട്ട് ഓരോ ദിവസവും പഠിച്ച് എല്ലാവർക്കും ഇപ്പൊ അത് വൈഹാട്ടായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ഇപ്പം കുന്തി മഹാറാണിയുടെ പ്രയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. ഓരോ രീതിയിൽ ഒരു സാധാരണ ഒരു വ്യക്തിയോട്, സാധാരണ വ്യക്തിയോട് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നുമെങ്കിലും അതിനകത്ത് ഉൾക്കൊണ്ടിരുന്ന കാര്യങ്ങൾ എത്രയോ വലുതാണ് എന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് കേൾക്കാനും പഠിക്കാനും വളരെ എളുപ്പമായിട്ട് തോന്നുന്ന ആദ്യ ശ്ലോകത്തിൽ പറയുന്നു, അങ്ങാണ് പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാൻ എന്ന് പറയും. അങ്ങ് അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പൊ നമുക്കത് നമ്മുടെ മനസ്സിലങ്ങ് ഉറക്കുകയാണത്. അത് കഴിഞ്ഞിട്ട് എന്ത് പറയുന്നു? അതുകൊണ്ട് അങ്ങേ മായയുടെ കർട്ടൻ ഇട്ട് മറച്ചിരിക്കുന്നു അല്ലേ? അപ്പം അതുകൊണ്ട് അങ്ങേ എനിക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നില്ലെന്നല്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങ് വിസിബിൾ അല്ല മറ്റുള്ളവർക്ക് എന്നും പറയുന്നുണ്ട്. അതുപോലെ പിന്നെ പറയുന്നു, പരമഹംസർക്ക് അങ്ങേ അറിയാം, എന്നെ പോലെയുള്ള സ്ത്രീകൾക്ക് അറിയാൻ പ്രയാസമാണ് എന്ന് പറയുന്നു. അപ്പൊ അതുപോലെ പിന്നെ പറയുന്നത് എന്താണ്? ദേവകിയുടെയും വസുദേവരുടെയും ഭാഗ്യമാണ് അങ്ങ് ഇവിടെ വന്നത് എന്ന് പറയും. പിന്നെ എന്താ പറയുക? ഞാനും ഞാനും വളരെ വലിയ ഭാഗ്യവതി തന്നെയാണ് എന്ന് ഭഗവാനോട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വളരെ എന്താണ് ഒരു എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ അത് ഇങ്ങനെ കുന്തി മാതാവ് പറഞ്ഞുകൊണ്ടിരുന്നു അല്ലേ? അപ്പം പിന്നെ പറയുന്നു, ഞാനാണ് കൂടുതൽ ഭാഗ്യവതി. എന്തുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഭാഗ്യവതിയായത്? എന്റെ മക്കളെ രക്ഷിച്ചു തന്നു, എന്നാൽ ദേവകിയുടെ മക്കളെ അങ്ങ് രക്ഷിച്ചു കൊടുത്തില്ലായിരുന്നു എന്ന് പറയുന്നു. ഇനിയും ഒരുപാട് കലാമിറ്റീസ് ഞങ്ങൾക്ക് വന്നു, അതിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ആ കലാമിറ്റീസ് എനിക്കിനിയും വീണ്ടും വന്നോട്ടെ. എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് ആ സമയത്ത് കൃഷ്ണനെ വീണ്ടും കാണാമല്ലോ. അപ്പം ലോകത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഇങ്ങനെ എനിക്ക് വിഷമം വന്നോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ കേൾക്കുകയാണ് അല്ലേ? അങ്ങനെ പറയുന്നു. പിന്നെയോ അകിഞ്ചന ഗോചരം എന്നൊരു വാക്കോട് ഉപയോഗിച്ചു. എന്താണ്? ജന്മ, ഐശ്വര്യ, ശ്രുതി, ശ്രീ എന്നിവയാൽ ആ ഒരു മതിമറന്ന് നിൽക്കുന്നവർക്കല്ല അങ്ങേ കിട്ടുക. എങ്ങനെയുള്ളവർക്കാണ്? ഭൗതികമായി താണു നിൽക്കുന്നവർക്കാണ്, അല്ലെങ്കിൽ സമ്പത്തിൽ താണു നിൽക്കുന്നവർക്കാണ് അങ്ങേ ലഭിക്കുക എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നു, അങ്ങ് എല്ലാവർക്കും തുല്യനാണ്, അതുപോലെ ആർക്കും അങ്ങേ അറിയാനാവുകയില്ല, അങ്ങക്ക് പാർഷ്യാലിറ്റി ഒന്നുമില്ല. പക്ഷെ ചില സമയത്ത് അങ്ങ് പാർഷ്യാലിറ്റി കാണിച്ചെന്ന് വരാം. എവിടെ? അതിഭക്തന്മാർ, അങ്ങയുടെ ശുദ്ധഭക്തന്മാരോട് മാത്രം എന്ന് പറയുന്നു. പിന്നെ പറയാണ്, അങ്ങ് അജനാണ്, എന്നാൽ അങ്ങ് ജന്മമെടുക്കുന്നു എന്ത്? അകർത്തു, നിഷ്ക്രിയനായിട്ട് അങ്ങ് ജന്മമെടുക്കുന്നു എന്ന് പറയുന്നു. പിന്നെ അതുപോലെ പറയുന്നു, ഭയം അങ്ങയെ പേടിക്കുന്നുണ്ട്, എന്നാൽ അങ്ങ് യശോദാമ്മയെ പേടിക്കുന്നു. ആർക്കും അങ്ങയെ മനസ്സിലാക്കാനാകില്ല. പിന്നെ അങ്ങ് വന്നിരിക്കുന്ന എന്തിനാണ്? യദുരാജാവിനെ പ്രീതിപ്പെടുത്താനാണ് അങ്ങ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ചെല്ല് പറയുന്നു എന്താണ്? വസുദേവരുടെയും ദേവകിയുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്.
അതുപോലെ തന്നെ എന്നാൽ യഥാർത്ഥത്തിൽ സാധാരണക്കാരുടെ ക്ഷേമം ഉണ്ടാക്കാൻ വേണ്ടി അസുരന്മാരെ വധിച്ചിട്ട് സാധാരണക്കാർക്ക് ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങ് ഇവിടെ വന്നിരിക്കുന്നതെന്നും പറയുന്നു. പിന്നെ ചിലർ പറയുന്നു ബ്രഹ്മാവിന്റെ പ്രേയേഴ്സ് കേട്ട് വന്നതാണെന്ന് പറയുന്നു. അപ്പൊ എന്തായാലും അങ്ങ് ഒരു വളരെയധികം കരുണയോടുകൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഭക്തിയുടെ ശക്തി സംസാരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആവശ്യമാണ്. അങ്ങനെ ആ ഭക്തിയുടെ ശക്തി എന്താണെന്ന് പാണ്ഡവരിൽ കൂടി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. അതുപോലെ പിന്നെ പറയുന്നത് എന്താ, അങ്ങിവിടം വിട്ടു പോകല്ലേ, ഒരുപാട് രാജാക്കന്മാർ ഞങ്ങളോട് ശത്രുതയിൽ ഇരിക്കുന്ന അവസരമാണ് ഞങ്ങൾ യുദ്ധം ചെയ്ത് വിജയിച്ചത് കൊണ്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ സംരക്ഷിക്കാൻ ആരുമില്ലേ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. അപ്പം പിന്നെ പറയുന്നത് എന്താണ്, യദുക്കളോടും പാണ്ഡവരോടുമുള്ള എൻ്റെ കെട്ടഴിച്ചു തരണേ, എനിക്ക് അവരോടുള്ള ആ താല്പര്യത്തെ കുറച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതും നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സ് ഗംഗാജലം സമുദ്രത്തിലേക്ക് എങ്ങനെ ഒഴുകിയെത്തുന്നുവോ അതുപോലെ എൻ്റെ മനസ്സ് ആരിലേക്ക് ഒഴുകട്ടെ, എപ്പോഴും അങ്ങയിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കുന്തി മഹാറാണി കഴിഞ്ഞ ചാപ്റ്ററിൽ നിർത്തിയത് നമ്മൾ കണ്ടു. ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഭീഷ്മ പിതാമഹനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ പതനം, അദ്ദേഹത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത്, വിണ്ണിൽ നിന്നും പതിച്ച ദേവനെ പോലെ ഭൂമിയിൽ ശയിക്കുന്ന അദ്ദേഹത്തെ രാജാവ് യുധിഷ്ഠിരനും അദ്ദേഹത്തിന്റെ ഇളയ ഭ്രാതാക്കളും ശ്രീകൃഷ്ണ ഭഗവാനും പ്രണമിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് യുദ്ധഭൂമിയിലേക്ക് പോകുന്ന അവസരം ബാക്കിയുള്ളവരെല്ലാവരും കൂടി, അപ്പം യുധിഷ്ഠിര മഹാരാജാവിന് വളരെയധികം മനപ്രയാസമുണ്ട്. താനാണല്ലോ യുദ്ധത്തിന് കാരണക്കാരനെന്നോർത്ത് എത്രമാത്രം ദുഃഖിക്കാമോ അത്രമാത്രം ദുഃഖം യുധിഷ്ഠിര മഹാരാജാവിന് ഉണ്ട്. പക്ഷേ അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തെ കൊണ്ടുപോയി അവരിൽ ഭീഷ്മ പിതാമഹനിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുക, ഭീഷ്മ മഹാരാജാവിനുള്ള അറിവെല്ലാം ഇവരിലേക്ക് കൊടുക്കുക, ഇതൊക്കെ അദ്ദേഹം. അതുപോലെ തന്നെ ഭഗവാൻ പറഞ്ഞു കൊടുത്തുകൂടെ, ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനെ ശാന്തനാക്കി കൂടെ എന്നൊക്കെ നമുക്ക് ചോദ്യം വരാം. പക്ഷേ ഭഗവാൻ ആ സ്ഥാനവും ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഭഗവാൻ എന്താണ് വിചാരിച്ചത്, എൻ്റെ ഭക്തന് അതുകൂടി അലങ്കാരമായിട്ട് ഒരു പൊന്തൂവലായി എൻ്റെ ഭക്തന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ അത് ചെയ്യുന്നു. അപ്പം നമുക്ക് ഭീഷ്മർ ആരാണ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭീഷ്മ പിതാമഹൻ അഷ്ടവസുക്കളിൽപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം ദിയു എന്ന വസു ആയിരുന്നു എന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ 8 ദേവൻ ഡെമിഗോഡ്സിന്റെ അഷ്ടവസുക്കൾ എന്ന് പറയുന്ന ആ 8 പേരിൽ ഒരാളായിരുന്നു. അപ്പൊ എന്ന് വെച്ചാൽ ഭൗതിക എലിമെന്റ്സിന്റെ ഡെയിറ്റീസ് ഉണ്ട്, എർത്ത്, വാട്ടർ, ഫയർ, വിൻഡ്, സ്കൈ, ആ സൺ, സ്റ്റാർസ്, മൂൺ, ഇതിനെല്ലാം ആ ഡെയിറ്റികളിൽ ആ 8 പേരിൽപ്പെട്ട ഡെയിറ്റീസ് ആയിരുന്നു അഷ്ടവസുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ അവരൊരു ദിവസം യാത്ര ചെയ്തു, യാത്ര ചെയ്യാൻ പോയി. ആ സമയത്ത് ഭാര്യമാരോടൊപ്പം വനസഞ്ചാരത്തിന് പോയ സമയത്ത് വസിഷ്ഠന്റെ ആശ്രമത്തിൽ എത്തുകയും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ വസിഷ്ഠ മഹർഷി അവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയം ഒരു നന്ദിനി പശുവിനെ അവിടെ കാണുന്നു. നന്ദിനിയെ കണ്ടപ്പോഴത്തേക്ക് ഒരു സ്ത്രീക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വളരെ ദ്യു പശുവിന്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെടുകയും നമുക്ക് ആ പശുവിനെ വേണമെന്ന് വാശി പിടിച്ചു. അദ്ദേഹം ആദ്യം മടിച്ചു, കഥ അറിയാവുന്ന ഞാൻ ഓടിച്ചു പോവാണ്. അദ്ദേഹം വാശി പിടിച്ചെങ്കിലും പിന്നെ അവരെല്ലാം ചേർന്നിട്ട് വസിഷ്ഠ മഹർഷി എത്തുന്നതിന് മുമ്പേ അതിനെ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. വസിഷ്ഠ മഹർഷി എത്തുന്നു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിന്റെ രീതിയിലാണ് പോയത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി. അപ്പം അതുകൊണ്ട് ഒരു ശാപം വെച്ച് തന്നെ അദ്ദേഹം കൊടുക്കുകയാണ്, ഞാനില്ലാത്ത സമയത്ത് മോഷ്ടിച്ചു കൊണ്ടുപോയതല്ലേ, അപ്പൊ ആർക്കായാലും ദേഷ്യം വരുമല്ലോ, അതും മഹർഷിക്ക്. അങ്ങനെ വസുക്കൾ മനുഷ്യരായി ജനിക്കട്ടെ, മോഷണമൊക്കെ നടത്തുന്ന സ്വഭാവം നമുക്കാണല്ലോ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് വസുക്കൾ ഇവരെ മനുഷ്യരായി ജനിച്ചോട്ടെ എന്ന് ശാപം കൊടുത്തു. അപ്പം ഇത് കേട്ട് ഇതറിഞ്ഞ് ഇവര് ഭയങ്കരമായി വിഷമിച്ചിട്ട് എന്ന് വസിഷ്ഠ മഹർഷിയുടെ കാൽക്കൽ വീണ് ക്ഷമ ചോദിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരിക്കലും ഇല്ലാതാകുകയില്ല, തീർച്ചയായും അത് സംഭവിക്കും, പക്ഷെ അതിന്റെ കാഠിന്യത്തെ കുറച്ച് തരാൻ മാത്രം എനിക്ക് കഴിയും എന്ന് പറഞ്ഞു. അപ്പം മോഷ്ടാവായ ഈ ദിയു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വേറൊരു പേര് പ്രഭാസവസു എന്നാണ്. പ്രഭാസ മീൻസ് ലൈറ്റ്, അല്ലെങ്കിൽ സൺലൈറ്റിനാണ് പ്രഭാസ എന്ന് പറയുന്നത്. അപ്പൊ പ്രഭാസവസു ദീർഘകാലം ഭൂമിയിൽ കഴിയണം.
പക്ഷേ ബാക്കിയുള്ളവർക്കെല്ലാം മിനിറ്റുകൾക്കുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചു പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രഭാസവസ്തുവാണ് ഭീഷ്മരായിട്ട് ഇവിടെ വരുന്നത്. ആ കഥയൊക്കെ നമുക്ക് ഒരുപാട് വിശദീകരിച്ച് നിങ്ങൾ കേട്ട് കാണും. പിന്നെയും ആ സമയത്ത് അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കഥ ഇവിടെ ഉണ്ടല്ലോ. സൂര്യവംശത്തിലെ എന്ന് വെച്ചാൽ ശ്രീരാമചന്ദ്രന്റെ വംശത്തിലെ മഹാഭീഷ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ശന്തനു മഹാരാജാവ് എന്ന് പറയുന്നത് ഭീഷ്മരുടെ അച്ഛൻ, അദ്ദേഹത്തിന്റെ പൂർവജന്മമാണ്. അതുപോലെ അദ്ദേഹം ഒരുപാട് നന്മകൾ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ പുണ്യകർമ്മങ്ങളാൽ അദ്ദേഹം വളരെയധികം പ്രശസ്തനായി. അങ്ങനെ ആ പുണ്യകർമ്മങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് സ്വർഗത്തിലെത്താൻ കഴിഞ്ഞു. ഇപ്പം പുണ്യകർമ്മം ചെയ്യുന്നവർക്കൊക്കെ സ്വർഗത്തിലെത്താൻ കഴിയുമല്ലോ. അങ്ങനെ അവിടെ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വർഗത്തിൽ ചില നിയമങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. ചില നിയമങ്ങൾക്ക് ഒരു സ്ട്രിക്ട്നെസ് ഇല്ല, പക്ഷെ ചില നിയമങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പം ഒരു ദിവസം ബ്രഹ്മാവ് ഒരു സഭ വിളിച്ചു കൂട്ടുന്നു. അവിടെ എല്ലാ ദേവന്മാരും വന്നിരിക്കുന്നു. അപ്പോഴാണ് അവിടെ ഗംഗാദേവിയും അവിടെ എത്തുന്നു. അവിടെ ഒരു കാറ്റടിക്കുന്നു. ഗംഗാദേവിയുടെ പാവാട അല്പം ഒന്ന് ഇളകുകയും അത് കണ്ട് എല്ലാവരും കണ്ണടച്ചു. ഈ മഹാഭിഷു മാത്രം കണ്ണടച്ചില്ല. അപ്പോൾ അത് കണ്ട ബ്രഹ്മാവ് ദേഷ്യം വരികയും അവിടെ അദ്ദേഹത്തോട് കണ്ടിട്ട്, നീ ചെയ്തത് എന്താണ്? മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് നീ മനുഷ്യനായി ജനിക്കട്ടെ എന്ന് ശാപം കൊടുക്കുകയും, അങ്ങനെ ആ ശാപത്തിന് ഇളവ് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും അവിടെ ആ ശാപത്തോട് നീ മനുഷ്യനായേ പറ്റൂ, നിനക്ക് ഭൂമിയിൽ പോയേ പറ്റുകയുള്ളൂ എന്ന് ചടിക്കുകയും അങ്ങനെ ഭൂമിയിൽ പോവുകയും ചെയ്തു. അപ്പം മഹാഭീഷ് ഗംഗയെയാണ് നോക്കിയത്, അവിടെയാണ് അദ്ദേഹത്തിന് തെറ്റുപറ്റിയത്. അതുകൊണ്ട് അവർക്കും ഇവിടെ വന്ന് ഭൂമിയിൽ മനുഷ്യ സ്ത്രീയായിട്ട് ജനിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ അങ്ങനെ രണ്ടുപേരും അവർ പിന്നീട് ഇവിടെ വരുന്നു. അവർ പിന്നീട് അടുത്ത ജന്മം എടുത്ത് ഇവിടെ വരുന്നു. അദ്ദേഹം ഇവിടെ വന്നിട്ട് ശന്തനു മഹാരാജാവാകുന്നു. അദ്ദേഹം ഇവിടെ താമസിക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം നദീതീരത്ത് വെച്ച് ഗംഗയെ കണ്ടെത്തുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് പ്രദീപൻ രാജാവെന്നായിരുന്നു. പ്രദീപ രാജാവിന്റെയും സുനന്ദയുടെയും മകനായിട്ടാണ് ഈ ശന്തനു ജനിക്കുന്നത്. അങ്ങനെ ശന്തനു ഇവിടെ വരുന്നു, ഗംഗയെ കണ്ടെത്തുന്നു, ഗംഗയോട് വിവാഹം അഭ്യർത്ഥിക്കുന്നു. അവർ സമ്മതിക്കും. പക്ഷേ അവര് കർശനമായിട്ട് പറഞ്ഞു, എന്നോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടാൻ പാടില്ല, എന്നോട് അതിന് ഇന്നത് ചെയ്തിരിക്കണം എന്ന് പറയാൻ പാടില്ല, എന്നെ നിർബന്ധിക്കാൻ പാടില്ല, അപ്പോൾ ഞാൻ തിരിച്ചു പോകും, നേരത്തെ തന്നെ പറഞ്ഞു. പക്ഷെ ആ ശാപത്തിന്റെ ഫലമായിട്ടും അദ്ദേഹത്തിനുണ്ടായ മാനസികമായിട്ടുള്ള അടുപ്പം കൊണ്ടും നേരത്തെ ഗംഗയോടുള്ള അടുപ്പം കൊണ്ടും എന്ത് ചെയ്ത് സമ്മതിക്കുകയും അവരിവിടെ വന്ന് എതിർത്ത് പറയാതെ ഇവിടെ താമസിക്കുകയും ചെയ്തു. അവസാനം പിന്നെ അവർക്ക് ആരുണ്ടായി? ഗംഗാദത്തൻ. ആദ്യം എല്ലാവരും കുട്ടികളെല്ലാം 7 പേരും ജനിക്കുന്നു. ഓരോരുത്തരെ ജനിക്കുമ്പോൾ അതിനെല്ലാം കൊണ്ട് ആദ്യത്തെ കുഞ്ഞിനെയും രണ്ടാമത്തെ കുഞ്ഞിനെയും എല്ലാത്തിനെയും കൊണ്ട് ഉണ്ടായി കഴിയുമ്പോൾ അതിനെ കൊണ്ട് ഗംഗയിൽ ഒഴുക്കുന്നു. ഇതിനെ എതിർക്കാനുള്ള ശക്തി ആർക്കില്ല? ശന്തനുവിന് ഇല്ലാതെ വരികയും അവര് ആ 7 അത് കണ്ടുകൊണ്ട് നിൽക്കേണ്ടതായ ഗതികേട് അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അവസാനം ഭീഷ്മര് ഈ ഗംഗാദത്തനെ കൊണ്ടുപോയപ്പോഴാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് എതിർക്കേണ്ടി വരുന്നത്. അതോടുകൂടി ഗംഗ തിരിച്ചു പോകാൻ തയ്യാറാകുന്നു. പക്ഷെ പോകുമ്പോൾ ഈ കുഞ്ഞിനെ കൂടി കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ആ ഗംഗാദത്തനെയാണ് പഠിപ്പിച്ച് സർവതന്ത്ര പാരംഗതനാക്കിയിട്ട് എന്ത് ചെയ്തു? എവിടേക്ക് ആ ശന്തനുവിനെ തന്നെ തിരിച്ചു കൊണ്ടെത്തുന്നു. അവരൊരു നദീതീരത്ത് വെച്ച് കണ്ടെത്തുന്നു. അദ്ദേഹം തിരിച്ചു വരികയും ചെയ്യുന്നു. അപ്പം അദ്ദേഹം ശൗര്യത്തിൽ ഇന്ദ്രനോടും സ്ഥൈര്യത്തിൽ ഹിമാലയത്തോടും ഗാംഭീര്യത്തിൽ സമുദ്രത്തോടും സഹനശീലത്തിൽ ഭൂമിയോടും കമ്പയർ ചെയ്യാവുന്ന ആളായിട്ടാണ് തിരിച്ചു കൊടുക്കുന്നത്. ഗംഗയോടൊപ്പം കണ്ടു എന്ന് ചിലയിടത്ത് പറയുന്നുണ്ട്, ചിലയിടത്ത് ഗംഗാദത്തനെ തന്നെ കണ്ടു എന്നും പറയുന്നുണ്ട്. എന്തായാലും അവർ തിരിച്ച് കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്കറിയാം ഭീഷ്മരുടെ കാര്യം. ഭീഷ്മർ ആയുധം താഴ്ത്തി വെച്ചില്ലെങ്കിൽ ആർക്കും അദ്ദേഹത്തെ ജയിക്കാനാകില്ല. അങ്ങനെ വളരെയധികം ഇങ്ങനെ അത്രമാത്രം കഴിവുള്ള ഒരു വ്യക്തിയാക്കി മാറ്റിയാണ് ഭീഷ്മരെ വിടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഭീഷ്മരുടെ ശപഥവും പിന്നീട് ശന്തനുവിനെ ഗംഗയങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം ശന്തനുണ്ടായെന്ന മാറ്റവും അദ്ദേഹം സത്യവതിയെ വിവാഹം കഴിക്കേണ്ടി വരുന്ന അവസ്ഥയും അത് യഥാർത്ഥത്തിൽ ഭീഷ്മര് തന്നെ ഗംഗാദത്തൻ തന്നെയാണ്
കൊണ്ട് ദേവബ്രതൻ അല്ലെങ്കിൽ ഗംഗാദത്തൻ അദ്ദേഹമാണല്ലോ വന്ന് സത്യവതിയെ കൊണ്ട് തന്റെ അച്ഛന് താല്പര്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് കൊണ്ട് എത്തിക്കുകയും പക്ഷെ അവിടെ വെച്ച് അദ്ദേഹത്തിനുണ്ടായ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭീഷ്മമായി ശപഥം ചെയ്ത് ഞാൻ വിവാഹം കഴിക്കില്ല, നീ രാജ്യം ആവശ്യപ്പെടുമെന്ന് വെച്ചപ്പോൾ ഞാനിനി എനിക്ക് രാജ്യമേ വേണ്ട, എന്നാൽ നിന്റെ മക്കൾ ആവശ്യപ്പെടും, അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് കഠിനമായി പറഞ്ഞുകൊണ്ട് അത്രമാത്രം വലിയൊരു ഇത് ഉഗ്രമായ പ്രതിജ്ഞ എടുത്തത് കൊണ്ട് അദ്ദേഹം എന്തായി ഭീഷ്മരായി അറിയപ്പെടുകയും ചെയ്തു. ഈ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് അതുകൊണ്ടിവിടെ നിർത്താം, കൂടുതൽ വേദിക്കണ്ട. അപ്പൊ നമുക്ക് ഈ ശ്ലോകത്തിലേക്ക് നോക്കാം. ഇനിയും യഥാർത്ഥത്തിൽ ഭീഷ്മരെ എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു ശ്ലോകമുണ്ട് വളരെ പ്രധാനമായിട്ടുള്ളത്. തതോപസംഹൃത്യ ഗിരസഹസ്രണീർ വിമുക്ത സംഘം മന ആദി പുരുഷേ കൃഷ്ണേ ലസത്പീതപദേ ചതുർഭുജേ പുരസ്ഥിതേ അമീലിത വിധാരയത് എന്നും പറഞ്ഞൊരു ശ്ലോകമുണ്ട്. തതോപസംഹൃത്യ ഗിരസഹസ്രണീർ, ഇവിടെയും വീണ് കിടക്കുന്ന ആരാണ്? ഭീഷ്മരെ. ആരാണോ ആയിരക്കണക്കിന് സംഹൃത്യ ഗിരസഹസ്രണീർ, അപ്പൊ ആ സഹസ്രമായിട്ടുള്ള ആയിരക്കണക്കിന് വിഷയങ്ങളെ കുറിച്ച് ദിവസേന പ്രഭാഷണം ചെയ്തുകൊണ്ടിരുന്നതും, അതുപോലെ ആയിരക്കണക്കിന് യുദ്ധങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നതും, ആയിരക്കണക്കിന് മനുഷ്യരെ സംരക്ഷിച്ചു കൊണ്ടിരുന്നതും, ആയിരക്കണക്കിന് മനുഷ്യരെ ശിക്ഷിച്ചു കൊണ്ടിരുന്നതുമായ ആ വ്യക്തി സംഭാഷണത്തിനിടയിൽ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആരോടെ? യുധിഷ്ഠിരനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് തന്റെ മനസ്സിനെ പിൻവലിച്ച് അടുത്ത് നിൽക്കുന്ന ചതുർഭുജനും പീത നിറമാർന്ന ഉടയാട ധരിച്ചിരിക്കുന്നവനുമായ പരമപുരുഷനിൽ തന്റെ വിടർന്ന നയനം ഉറപ്പിച്ചു എന്ന് പറയുന്നു. അടുത്ത് നിന്നത് ആരാണ്? നിത്യോ നിത്യാനാം ചേതനാനാം, അങ്ങനെയുള്ള ആ ഭഗവാനിലേക്ക് തന്റെ മനസ്സിനെ ഉറപ്പിച്ചു എന്ന് പറയുന്നു. അതുപോലെ തന്നെ യുധിഷ്ഠിരനെ കുറിച്ച് യുധിഷ്ഠിരന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന, യുധിഷ്ഠിരൻ ഭീഷ്മര് പറഞ്ഞു കൊടുക്കുന്ന കാര്യം നമ്മൾ എപ്പോഴും എന്താണ്? വിഷ്ണു സഹസ്രനാമത്തിൽ കേൾക്കും. യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട്, ജഗത് പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം സ്തുവന്നാമ സഹസ്രേണ പുരുഷ സമതോത്തിത. അപ്പൊ ഭീഷ്മര് പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്ത് ചോദിക്കുമ്പോഴാ പറഞ്ഞു കൊടുക്കുന്നത്? കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം സ്തുവന്തം കം കമർച്ചന്ത പ്രാജ്ഞുർമാനവാ ശുഭം കോധർമ്മ സർവധർമാണാം ഭവത പരമോ പുരഃ കിം ജവൻ മുച്യതേ ജന്തുർ ജന്മ സംസാര ബന്ധനാത്. കോധർമ്മ സർവധർമാണാം ഭവത പരമോ മതഃ കിം ജപൻ മുച്യതേ ജന്തുർ ജന്മ സംസാര ബന്ധനാത്. നമ്മളെ ഈ ജന്മസംസാരത്തിൽ നിന്ന് ജന്മസംസാര ബന്ധനത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്ന ഇതിന് കഴിവുള്ള ആരെയാണോ നമ്മൾ ഭജിക്കേണ്ടത്, ആരെ ഭജിച്ചാലാണോ ഇതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടാൻ കഴിയുന്നത്, ആരെ കുറിച്ചാണോ നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ള ചോദ്യം യുധിഷ്ഠിരൻ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ദേവദേവം അനന്തമായിരിക്കുന്ന ആ പുരുഷോത്തമനായ ജഗത് പ്രഭു അദ്ദേഹത്തെ നാമസഹസ്രേണ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ആ ഒറ്റ ഒരാളിനെ നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അതാണ് നമ്മളെ ജന്മസംസാര ബന്ധനത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു കൊടുത്ത ആളാണ് ആരെ? ഈ ഭീഷ്മ പിതാമഹൻ എന്ന് നമുക്ക് അറിയാം. നമ്മളിവിടെ 4-ാമത്തെ ശ്ലോകമാണ്. അതിലെ എന്താണ്? വിണ്ണിൽ നിന്നും പതിച്ച ദേവനെ പോലെ ഭൂമിയിൽ ശയിക്കുന്ന അദ്ദേഹത്തെ രാജാവ് യുധിഷ്ഠിരനും അദ്ദേഹത്തിന്റെ ഇളയ ഭ്രാതാക്കളും ശ്രീകൃഷ്ണ ഭഗവാനും പ്രണമിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഭീഷ്മരെ കാണുന്നത് എങ്ങനെയാണ്? അവിടെ എന്തിൽ കിടക്കുക? ശരശയ്യയിൽ ശയിക്കുന്ന അദ്ദേഹത്തെ, ഭൂമിയിലാണ് ശയിക്കുന്നത്, അദ്ദേഹത്തെ അവിടെ ചെന്ന് വന്ദിക്കുന്നതായിട്ട് പറയുന്നു. അപ്പൊ അവിടെ ഭീഷ്മര് പതിച്ചു എന്ന് കേട്ടപ്പോൾ യുധിഷ്ഠിരനുണ്ടായ പ്രയാസങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ട് കാണും. അങ്ങനെ ആ യുധിഷ്ഠിരന്റെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് യുധിഷ്ഠിരനെ സംരക്ഷിക്കാൻ, യുധിഷ്ഠിരൻ ഒരു രക്ഷപ്പെടുന്നതിന് വേണ്ടി കൃഷ്ണൻ വീണ്ടും വീണ്ടും പല ഉപായങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുപോയി ഭീഷ്മരുടെ അടുത്ത് നിന്ന് സർവവിധ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കും. ഒരു രാജാവ് എങ്ങനെയായിരിക്കണം, എങ്ങനെ ഭരിക്കണം, ഏത് രീതിയിലുള്ള പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കേണ്ടത്, ഇതൊക്കെ ആരിൽ നിന്ന് കേൾക്കാനാണ്? ഭീഷ്മരിൽ നിന്ന് കേൾക്കാനാണ് അവിടെ പോയിരിക്കുന്നത്. അവിടെ പോയി
അവര് സ്വർണ്ണാലങ്കൃതമായ ഒന്നാം തരം കുതികളെ ബന്ധിച്ച് മനോഹരമായ രഥങ്ങളിൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാരെല്ലാം യുധിഷ്ഠിരരുടെ സഹോദരന്മാരെല്ലാം അദ്ദേഹത്തെ അനുഗമിച്ചു. അങ്ങനെ വ്യാസദേവൻ കൂടെ ഉണ്ടായിരുന്നു, ധൗമ്യൻ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഋഷിമാരും മറ്റുള്ളവരും എല്ലാവരും ഉണ്ട്. അക്കൂട്ടത്തിൽ അച്യുതനും കൂടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പൊ അടുത്തത് പറയുന്നത് എന്താണ്? പരമദിവ്യോത്തമ കൃഷ്ണനായ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോടൊപ്പം രഥത്തിൽ അവരെ അനുഗമിച്ചതിനാൽ യുധിഷ്ഠിര രാജാവ് ധനാഠ്യനായ കുബേരനെ പോലെ പ്രശോഭിച്ചു എന്നും പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പൊ ഇനിയും ഇതിൽ പറയുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഉണ്ടായ കാര്യങ്ങളെ, അവിടെ കിടക്കുന്നത് കണ്ടു. എങ്ങനെയാണ് വിണ്ണിൽ നിന്നും പതിച്ചത് ദേവനെ പോലെയാണ് അദ്ദേഹം അവിടെ കിടന്നിരുന്നത് എന്ന് പറയുന്നു. അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ മഹാരാജാവ് യുധിഷ്ഠിരന്റെ ഇളയ മാതൃസേൻ മാത്രമല്ല, അർജുനന്റെ ഉറ്റമിത്രവുമാകുന്നു. എന്നാൽ പാണ്ഡവകുലത്തിലെ ഏവരും ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തമ കൃഷ്ണനാണെന്ന കാര്യം മനസ്സിലാക്കിയിരുന്നു. തന്റെ പരമോന്നത പദവിയെക്കുറിച്ച് പൂർണ്ണ ബോധവാനാണെങ്കിൽ തന്നെയും ഭഗവാൻ സദാ മാനവാചാരമനുസരിച്ച് പെരുമാറിയിരുന്നു. ആകയാലാണ് യുധിഷ്ഠിര രാജാവിന്റെ ഇളയ ഭ്രാതാക്കളിൽ ഒരുവനായിരുന്നിട്ട് പോലും അദ്ദേഹവും മരണാസനായി കിടക്കുന്ന ഭീഷ്മദേവനെ വണങ്ങിയത്. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ഗുരുദേവ പ്രഭുപാദിക്ക്. നമ്മളിവിടെ മനസ്സിലാക്കിയത് ഭഗവാനും യുധിഷ്ഠിരനും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും ഇപ്പൊ അറിയാം അല്ലേ? അപ്പം പാണ്ഡവരുടെ അമ്മ ഭഗവാന്റെ അച്ഛന്റെ സഹോദരിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ അർജുനൻ ഏറ്റവും ഉറ്റമിത്രവും ആണെന്നും അറിയാം. അപ്പൊ എല്ലാവരും പാണ്ഡവകുലത്തിലുള്ള എല്ലാവരും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് അറിയാമായിരുന്നു. അതുപോലെ ഇവരെല്ലാം നല്ല ഭക്തരാണെന്ന് ഭഗവാനും മനസ്സിലാക്കി. അപ്പം തന്റെ പരമോന്നത പദവിയെക്കുറിച്ച് പൂർണ്ണബോധവാനായിരുന്നു ഭഗവാൻ എങ്കിലും അദ്ദേഹം മാനവരുടെ, സാധാരണ മനുഷ്യരെങ്ങനെയാണോ പെരുമാറേണ്ടത് അതിനനുസരിച്ച് പെരുമാറി. നമുക്കിവിടെ അറിയാം, കൃഷ്ണനെ ചക്രി എന്ന് പറയും. എന്താണ്? സുദർശന ചക്രം എപ്പോഴും കയ്യിൽ കരുതുന്ന ആളാണ്. എപ്പോൾ അദ്ദേഹം വിളിച്ചാലും സുദർശന ചക്രം അദ്ദേഹത്തിന് പ്രസന്റ് ആണ്. അങ്ങനെയുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ചക്രി എന്ന് പറയുന്നു. പിന്നെ യുധിഷ്ഠിരന്റെ ഇളയ ഭ്രാതാവാണെന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്? അവർ തമ്മിലുള്ള ബന്ധം, കസിൻസ് ആണ് അവർ തമ്മിലുള്ള ബന്ധം. അതുപോലെ തന്നെ കൃഷ്ണൻ ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം ഭീഷ്മരെ നമസ്കരിക്കുന്നുണ്ട്. എന്തിനാണ് നമസ്കരിക്കുന്നത്? ഭഗവാൻ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചാൽ, അവിടെ ഒരു മനുഷ്യൻ എങ്ങനെ പെരുമാറുന്നു ആ രീതിയിലുള്ള പെരുമാറ്റമാണ് ഭഗവാൻ ഇവിടെ വന്നപ്പോൾ അവിടെ കാണിക്കുന്നത് എന്ന് നമ്മൾ ഇവിടെ കണ്ടു. കുന്തി മഹാറാണി ഇത് പറഞ്ഞിട്ടുണ്ട് അല്ലെ? നമ്മളെയൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ അദ്ദേഹം ചിലപ്പോൾ പെരുമാറുന്നു. അപ്പം ഈ ഭൗതിക ലോകത്തിൽ എത്തുമ്പോൾ അദ്ദേഹം ഭഗവാനാണെന്നുള്ള ഒരു ഇത് വെച്ചുകൊണ്ടല്ല അദ്ദേഹം പെരുമാറുന്നത്. സാധാരണ മനുഷ്യൻ ഏത് രീതിയിൽ പെരുമാറണോ ആ രീതിയിലാണ് അദ്ദേഹം പെരുമാറിയത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഭഗവാന്റെ ഈ ആക്ടിവിറ്റിയെ കുറിച്ച്, ആക്ടിവിറ്റീസിനെ കുറിച്ച്, പ്രവൃത്തികളെ രണ്ട് വിധത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് എന്ന് പറയുന്നത് അദ്ദേഹം സാധാരണ രീതിയിൽ അദ്ദേഹത്തിന്റെ എല്ലാ അവതാരങ്ങളിൽ കൂടി അദ്ദേഹം പ്രകടമാക്കുന്ന ലീലാവിലാസങ്ങൾ ഒന്ന്. അത് കഴിഞ്ഞിട്ട് മറ്റൊന്ന്, അദ്ദേഹം ഇവിടെ എങ്ങനെയാണോ അദ്ദേഹം സ്ഥിതി ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ഈ പ്രപഞ്ചത്തിൽ സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഏത് രീതിയിലാണോ അവതാരമെടുത്ത് വരുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ പെരുമാറുന്നത്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു സെറ്റ് ഓഫ് ആക്ഷൻ നമുക്ക് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇപ്പം അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതിയെ കുറിച്ച് നോക്കുമ്പോഴേ, അദ്ദേഹം സുധർമ്മ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ദ്വാരകയിലെ അദ്ദേഹത്തിന്റെ സഭാമന്ദിരത്തിന്റെ പേര്. വളരെ വെളുപ്പിനെ തന്നെ അദ്ദേഹം എഴുന്നേൽക്കുന്നു. അദ്ദേഹം തൻ്റെതായ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഉടനെ തന്നെ പോകുന്നു. അദ്ദേഹം സുധർമ്മയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് രാജ്യകാര്യങ്ങൾ എന്തെല്ലാം നോക്കണമോ അതെല്ലാം, എന്നാൽ അദ്ദേഹം രാജാവാണോ അതുമല്ല, പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അതെല്ലാം നോക്കിയിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നു.
നമുക്കറിയാം ആ തിരിച്ചു വരുന്ന അവസരത്തിൽ 16,108 എന്താണ് ആ ഭാര്യമാരോടൊപ്പം 16,108 മന്ദിരങ്ങളിലേക്കാണ് അദ്ദേഹത്തിന് പോകേണ്ടത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ മന്ദിരങ്ങളിലേക്ക് പോകുമ്പോൾ അദ്ദേഹം അതേ രീതിയിൽ, അത് ഓരോ മന്ദിരങ്ങളിലേക്കും പോകേണ്ട രീതിയിൽ അദ്ദേഹം പോകുന്നു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു രീതി അദ്ദേഹം അവലംബിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഒരു വ്യക്തി 16,108 മാറി ഓരോ രാജ്ഞിമാർക്കും അനുയോജ്യമായ രീതിയിലാണ് അദ്ദേഹം മാറുന്നത് എന്നും പറയുന്നു. അപ്പൊ നമ്മളെ ഭഗവാന്റെ സ്വയം രൂപത്തെയും സ്വയം പ്രകാശത്തെയും കുറിച്ച് പഠിച്ചിരുന്നു. ഹരേ കൃഷ്ണ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് പറയാമോ? അത് ഭഗവാന്റെ സ്വയം രൂപവും സ്വയം പ്രകാശവും. സ്വയം രൂപം എന്താണ്? അതെല്ലാവർക്കും അറിയാമല്ലോ. ഭഗവാന്റെ നേരിട്ടുള്ള ഭഗവാൻ തന്നെ. ഭഗവാന്റെ യഥാർത്ഥ രൂപമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഏത് രൂപത്തെയാണ്? വേണുകുണന്തമരവിന്ദദളായദാക്ഷം ബർഹാവതം സമസിതാംബുദ സുന്ദരാംഗം കന്ദർപ്പകോടികമനീയ വിശേഷ ശോഭം. അല്ലെ, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അത്. അപ്പൊ അതെ, ഒരു കവേർഡ് ബോയ് ആയിട്ട് വൃന്ദാവനത്തിലെ ഒരു ഇടയ പയ്യനെ പോലെ ഈ ഇതെല്ലാം കൊണ്ട്, അല്ലെ, ബർഹാവീടം നടവരവു കർണയോ കർണികാരം, ആ എന്താണ് തലയിൽ എന്താ മയിൽപ്പീലിയും ധരിച്ച് മഞ്ഞപ്പട്ടുടയാടയും ചാർത്തി, അല്ലെ. അപ്പൊ അങ്ങനെ എന്ത് ഗോപബാലന്മാരോടുകൂടി കയ്യിൽ അങ്ങനെ വേണു ഊതിക്കൊണ്ട്, അല്ലെ, അങ്ങനെ വൃന്ദാവനത്തിൽ കളിക്കുന്ന ആ നമ്മുടെ മനസ്സിന് കുളിരേകുന്ന ആ രൂപം, അല്ലെ, ആ അത്ര മനോഹരമായ വൃന്ദാവനത്തിലെ രൂപം, അതാണ് അദ്ദേഹത്തിന്റെ സ്വയം രൂപമായി പറയുന്നത്. ആ സ്വയം രൂപത്തെ തന്നെ നമ്മളെ പ്രാഭവിലാസം വൈഭവവിലാസം എന്നും രണ്ടായി പിരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ പ്രാഭവിലാസം എന്ന് പറയുമ്പം ഒരേ രൂപം തന്നെ പലതായി അതേ രീതിയിൽ ഒരു മാറ്റവുമില്ലാതെ വരുന്നതിനെയാണ് നമ്മളെ പ്രാഭവവിലാസം എന്ന് പറയുന്നത്. അപ്പൊ അത് ഏതാണെന്ന് പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞതാണ്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പ്രാഭവവിലാസത്തിലെ പ്രാഭവിലാസവും ഉണ്ട്, വൈഭവവിലാസവും ഉണ്ട്. ആർക്കെങ്കിലും ഓർക്കാൻ കഴിയുന്നുണ്ടോ? പ്രാഭവിലാസത്തിൽ ഭഗവാൻ എങ്ങനെയാണ്? അതിന് എക്സാമ്പിളും ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എനിക്കറിയാം, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അതറിയാം. രാസലീലയിലെ, അല്ലെ, രാസലീലയിൽ ഓരോ ഗോപികമാരോടും കൂടി തനിക്ക് ആ ഓരോ ഗോപിയോടൊപ്പം ഒരേ കൃഷ്ണൻ, ഒരു മാറ്റവുമില്ല. ഈ വേണും കുണന്തമരവിന്ദദളായദാക്ഷ അല്ലെങ്കിൽ ബർഹാവീടം നടവരവു കർണയോ കർണികാരം, ആ രീതിയിൽ ഒരേ രീതിയിൽ 16,108 അവിടെ വരുന്നില്ല. മറ്റേത് ഗോപികമാര്, അനന്തമായ ഗോപികമാര്, എണ്ണമില്ലാത്ത പോലെ ഗോപികമാര്. ആ വൃന്ദാവനം തന്നെ വലുതായും ചെറുതായും ഇരുന്നു അദ്ദേഹത്തിന്റെ വേണ്ടി, രാസലീലയ്ക്ക് വേണ്ടി വലുതായിക്കൊണ്ടും ആവശ്യമുള്ളപ്പോ വരുന്ന എണ്ണമില്ലാത്ത ഗോപികമാരിങ്ങനെ വരികയാണ്. അങ്ങനെയുള്ള ആ ഒരു സ്റ്റേജിൽ അവിടെ ഭഗവാൻ ഓരോ ഗോപികമാരും വിചാരിക്കുന്നത് എന്താണ്? തങ്ങളുടെ കൂടെ നിൽക്കുന്ന കൃഷ്ണൻ ഈ രീതിയിലാണ്. തൻ്റെ കൂടെ നിൽക്കുന്ന കൃഷ്ണൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുടെ കൂടെ കൃഷ്ണൻ ഉണ്ടെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അതേ രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു രീതി, ഒരേ രീതിയിൽ ഒരു മാറ്റവും ഇല്ലാതെ ഒരേ രീതിയിൽ ആയിരക്കണക്കിന് ഗോപികമാരോടൊപ്പം നിൽക്കുന്ന കൃഷ്ണൻ. എത്ര ആയിരം ഉണ്ടെന്ന് കണക്കില്ലാത്തവർ. അതുപോലെ എത്ര ദിവസം അവരെ ആനന്ദിപ്പിച്ചു. ഒരു ബ്രഹ്മ ദിവസം മുഴുവനും കണ്ണടച്ച് തുറക്കുന്നത് പോലെ അവിടെ പോയി. ഒരു ബ്രഹ്മവിന്റെ ദിവസം എന്ന് പറയുന്നത് എത്രയാണ്? ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര? 4,32,000 വർഷം, 4.32 മില്യൺ ഇയേഴ്സ്. അത്രയും ദിവസങ്ങൾ ഒന്ന് കണ്ണടച്ച് തുറക്കുന്നത് പോലെ കഴിഞ്ഞു പോയി. എവിടെ? നമ്മുടെ വർഷവുമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല അവിടെ. അപ്പൊ ആ ഒരു അത്രയും വർഷം രാസലീലയിൽ, അപ്പൊ അതുപോലെ എത്ര ആയിരം ഗോപികമാരുണ്ട് എന്നതിന് കണക്കില്ല. അത്രമാത്രം കൃഷ്ണനായിട്ട് അവിടെ വരുന്നു. അതാണ് രാസലീലയിൽ ഒരേ രീതിയിലാണ്. കൃഷ്ണന് മാറ്റമില്ല, നീളത്തിനോ നിറത്തിനോ രൂപത്തിനോ ഒന്നിനും മാറ്റമില്ലായിരുന്നു.
പക്ഷേ പിന്നെ അതുപോലെ മറ്റേതും നമ്മൾ പ്രാഭവം എന്ന് പറയുമെങ്കിലും 16,108 ഭാര്യമാർക്ക് അത്രയും പേരായിട്ട് വരുമ്പോൾ അവിടെ എന്താണ്, അവിടെ ഓരോ ഭാര്യമാരുടെയും നീളം കുറഞ്ഞവരുണ്ട്, നീളം കൂടിയവരുണ്ട്. അതിനനുസരിച്ച് അല്പ വ്യത്യാസം അവിടെ കാണിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ വൈഭവവിലാസം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ബോഡി കളറിൽ വ്യത്യാസം വരും, വെപ്പൺസ് പിടിക്കുന്നതിൽ വ്യത്യാസം വരും, ഇമോഷണൽ ഫീച്ചേഴ്സിൽ വ്യത്യാസം വരും. അപ്പൊ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളു ഇവിടെ, എങ്കിലും കൃഷ്ണൻ തന്നെയായിട്ട് നിൽക്കും. അപ്പം കളറിൽ വ്യത്യാസം വരുന്നു. നമ്മള് അന്ന് പഠിച്ച വൈഭവ പ്രകാശത്തിൽ ആരാണ് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞത്, ആരാണ്, ബലരാമൻ അല്ലെ. അപ്പൊ നിറവ്യത്യാസം മാത്രം. അങ്ങനെ പ്രാഭവ പ്രകാശം എടുത്തുകൊണ്ട് ഭഗവാൻ പലതായി പിരിഞ്ഞ് ഓരോ രാജ്ഞിമാരോടൊപ്പം ഓരോ കൊട്ടാരത്തിലേക്ക് പോകുന്നു എന്ന് പറയാനാണ് ഞാനിത് ഉപയോഗിച്ചത്. അപ്പൊ ചോദിച്ചത്. ഹരേ കൃഷ്ണ. അപ്പം അങ്ങനെ ഭഗവാന്റെ ലീലകൾ അവിടെയാണ് പോകുന്നത്. പിന്നീട് എന്താണ്, ആ സാധാരണക്കാരെ പഠിപ്പിക്കുന്നതിനായിട്ട് ഒരു ഐഡിയൽ ബിഹേവിയർ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം കാണിച്ചു തന്നിരുന്നു. പിന്നെ ഭഗവാന്റെ പൊസിഷൻ അറിയാം, ക്യൂൻസ് എല്ലാം ഡിവോട്ടീസ് ആണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പം അവർക്കും അറിയാം ഇദ്ദേഹം എന്താണ്, പരമദിവ്യോത്തമ പുരുഷനാണെന്ന്. അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഒരു ഐഡിയൽ ഹസ്ബൻഡിനെ പോലെ അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അതിന് എക്സാമ്പിൾ പറയാൻ ഇപ്പൊ സമയമില്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. സത്യഭാമയ്ക്ക് എന്ത് ഇഷ്ടപ്പെട്ടോ അത് നൽകി. സത്യഭാമ എന്താണ്, പാരിജാത വൃക്ഷം ചോദിച്ചപ്പോഴും അത് വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറായി. അങ്ങനെയൊക്കെ എത്ര എക്സാമ്പിൾസ് നമുക്ക് അവിടെ പറയാനുണ്ട്. അതുപോലെ പിന്നെ രുക്മിണി ദേവി, അദ്ദേഹം തമാശ പറഞ്ഞ് അവർക്ക് ബോധം കെട്ടപ്പോൾ അദ്ദേഹം 4 കൈകൾ പ്രകടമാക്കി അവരെ വാരിയെടുക്കുന്നതും നമ്മളെ ഭാഗവതത്തിൽ വായിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ നേരത്തെ ഉണരുന്നു, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നു. അതുപോലെ സുധർമ്മയിൽ പോകുന്നു, ഭാര്യമാരുടെ ഇഷ്ടത്തിനനുസരിച്ചും. അതുപോലെ നമുക്കറിയാം, നാരദ ഒരു ദിവസം അവിടെ എങ്ങനെയാണ് ഭഗവാൻ കഴിയുന്നതെന്ന് അറിയാനായിട്ട് ദ്വാരകയിൽ പോയപ്പോൾ അവിടെ ഒരിടത്ത് ചെന്നപ്പോൾ കുട്ടികളോട് കളിക്കുന്നു, ഒരിടത്ത് ചെന്നപ്പം വീട്ടുകാര്യങ്ങൾ നോക്കുന്നു, ഒരിടത്ത് ചെന്നപ്പോൾ ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ പലത് കാണുന്നതായിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഐഡിയൽ ഹസ്ബൻഡായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു, അതും അദ്ദേഹം പെരുമാറിയിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ അച്ഛന് 16 രാജ്ഞിമാരുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അച്ഛന്. അപ്പൊ ആ 16 രാജ്ഞിമാരോടും എന്ത് ചെയ്തിരുന്നു, അദ്ദേഹം 16 ഭാര്യമാര്, അദ്ദേഹം ഭാര്യമാരുണ്ടായിരുന്നു. അങ്ങനെ ആ 16 ഭാര്യമാരോടും അദ്ദേഹം ഒരേപോലെ എങ്ങനെയാണോ ദേവകിക്ക് കൊടുത്ത റെസ്പെക്ട്, അതേ റെസ്പെക്ട് തന്നെ ഈ 16 പേർക്കും നൽകിയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ദേവകി, രോഹിണി, പൗരവി, മധുര, വിശാഖി, അങ്ങനെ ശാന്തിദേവ, ശ്രീധർവ, ദേവർഷിത, പിന്നെ ഉപദേവ, അങ്ങനെ 16 പേരാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 16 പേരെയും ഒരുപോലെ ഒരു ഇതും വരുത്തിയില്ല. അവിടെ എനിക്ക് അത് ആ രീതിയിൽ പെരുമാറിയില്ല, ഈ രീതിയിൽ പെരുമാറിയില്ല എന്നൊന്നും പറയേണ്ട ഒരാവശ്യം അവിടെ വന്നില്ല. അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ ഗൃഹസ്ഥാശ്രമധർമ്മം എങ്ങനെ പാലിക്കണോ അതെല്ലാം ഒരു സാധാരണ ഐഡിയൽ ഹൗസ് ഹോൾഡർ എന്തൊക്കെ ചെയ്യുന്നോ അതേ രീതിയിൽ അദ്ദേഹം ചെയ്തിരുന്നു. അതുപോലെ ബ്രാഹ്മണർക്ക് ചാരിറ്റി കൊടുക്കുന്നത്, വളരെ ഇതായിട്ട് പശുക്കളെ നൽകുന്നതിൽ കൃഷ്ണൻ യാതൊരു കുറവും വരുത്തിയില്ല. ആരോടും അദ്ദേഹത്തിന് യാതൊരു ഒബ്ലിഗേഷൻസും ഇല്ല. എല്ലാ ലിവിങ് എൻറ്റിറ്റീസിന്റെയും മെയിൻ്ററാണ് അദ്ദേഹം. നമ്മളെ ഭഗവത്ഗീതയിൽ കണ്ടു, ഏകോ ബഹൂന വിദധാതികാമാൻ അല്ലേ. അദ്ദേഹത്തിൻ്റെതായ എക്സാമ്പിൾ കാണിച്ചുകൊണ്ട് പ്രോപ്പർ ബിഹേവിയർ എങ്ങനെ കാണിക്കണോ അതെല്ലാം നമുക്ക് കാണിച്ചു തന്നു ഭഗവാൻ. അപ്പൊ ഇനി സെക്കൻഡ് സെറ്റ് ഓഫ് ആക്ഷൻസ് നോക്കിയാൽ അദ്ദേഹം സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ആയിട്ട് ഏത് രീതിയിലാണ് പെരുമാറിയത് എന്നുള്ളതാണ്. അവിടെയും അദ്ദേഹം എന്ത് ചെയ്തു, ശരിയായ വിധത്തിൽ ഒരു കവേർഡ് ബോയ് ആയിട്ട് നിന്നു എന്ന് പറഞ്ഞു. ഒരു എഫേർട്ടും കാണിക്കാതെ വളരെ ഈസിയായി ഡീമൻസിനെ കൈകാര്യം ചെയ്തു അല്ലെ. അപ്പം അവിടെ നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ ശക്തികൾ ഇല്ലേ. ആ ശക്തികൾ അനുസരിച്ച് ചതുർവ്യൂഹങ്ങളുണ്ട് അവിടെ, അതൊക്കെ നമ്മളെ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ചതുർവ്യൂഹം, സെക്കൻഡ് ചതുർവ്യൂഹം, സംഘർഷണൻ, പ്രത്യുഗ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ കർമ്മങ്ങളും അദ്ദേഹത്തിൽ തന്നെ ഇതെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം വേണ്ട സമയത്ത് അതെല്ലാം ആ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡായിട്ട് ശത്രുക്കളെ വധിക്കുന്ന സമയത്ത്, നമുക്കറിയാം ആദ്യമായി വധിക്കുന്ന ഒരു സ്ത്രീയെ തന്നെയാണ് അല്ലെ. അങ്ങനെ അദ്ദേഹം ഓരോരുത്തരെയും വധിച്ചു.
യോഗമായയുടെ സ്വാധീനത്താൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വേണ്ട രീതിയിൽ നിർവഹിച്ചു. അപ്പൊ അങ്ങനെ കൃഷ്ണലീലയിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചു എന്ന് നമ്മളെ മനസ്സിലാക്കണം. എല്ലാ അസുരന്മാരെയും, ഓരോ അസുരന്മാര് വരുമ്പോഴും അദ്ദേഹം ഒരാളെ കൊന്നതുപോലെ വേറൊരാളെ വധിച്ചിട്ടില്ല. എല്ലാവരെയും ഒരുപോലെ വധിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നതായിട്ട് പിന്നെ കൃഷ്ണന്റെ കൂടെ വന്നിരിക്കുന്നവരെല്ലാം, അദ്ദേഹത്തിനോടൊപ്പം വന്നിരിക്കുന്നവരെല്ലാം നമുക്കറിയാം 3 ടൈപ്പ് ആൾക്കാരുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഭഗവാന്റെ ശുദ്ധ ഭക്തർ ഒരു ഭാഗത്ത്, എന്താണ്, ഒരിക്കലും തിരിച്ചു പോകാതെ ഇവിടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഒരു ഭാഗത്ത്, പിന്നെ ഭഗവത് പാർഷദന്മാരെ ഒരു ഭാഗത്ത്. അപ്പൊ അങ്ങനെ ഭഗവത് പാർഷദന്മാരായി അദ്ദേഹത്തിനോടൊപ്പം വന്നിരിക്കുന്നവരെല്ലാം, അപ്പൊ അവരൊക്കെയും ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച്, ഭഗവാൻ എന്തിനിവിടെ വന്നു അതിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറുകയും ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ പല രീതിയിൽ ആ ബ്രഹ്മാവിന് അദ്ദേഹത്തിന്റെ പശുക്കളെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയും മറച്ചപ്പോഴുള്ള ആ ഒരു രീതി, അവിടെ അദ്ദേഹം എന്താണ് ചെയ്തത്? പലതായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. അവിടെ നമുക്കറിയാം വൈഭവ വിലാസമാണ് അവിടെ കാണിച്ചത്. ഒരേ രീതിയിലല്ല. കുറച്ചുപേര് കൂട്ടുകാരായി, കുറച്ചുപേര് പശുക്കളായി, കുറച്ചുപേര് കിടാക്കളായി, കുറച്ചുപേര് കുരങ്ങന്മാരായി, അല്ലെ? അപ്പൊ അത് പല രീതിയിൽ അവിടെ പ്രകടമാക്കി എന്ന് നമുക്ക് അറിയാം. അങ്ങനെ പല രീതി എന്താണോ ചെയ്യേണ്ടത് അതേ രീതിയിൽ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു എന്നാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ ഇന്ന് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി എടുക്കേണ്ടത്. അടുത്ത ഒരു ശ്ലോകം കൂടി എനിക്ക് മാതാജി തന്നിട്ടുണ്ട്. അപ്പം ആ ശ്ലോകം കൂടി നോക്കാം. 5-ാമത്തെ ശ്ലോകമാണ്. തത്ര ബ്രഹ്മർഷയ സർവേ ദേവർഷയശ്ച സത്തമാ രാജർഷയശ്ച തത്രാസൻ ദൃഷ്ടും ഭരത പുംഗവം. തത്ര ബ്രഹ്മർഷയ സർവേ ദേവർഷയശ്ച സത്തമാ രാജർഷയശ്ച തത്രാസൻ ദൃഷ്ടും ഭരത പുംഗവം. അപ്പൊ ഇവിടെ തത്ര എന്ന് പറഞ്ഞാൽ അവിടെ, ബ്രഹ്മ ഋഷയ ഋഷിയായ ബ്രാഹ്മണൻ, സർവേ എല്ലാവരും, ദേവ ഋഷിയ ഋഷിയായ ദേവൻ, രാജ ഋഷയ രാജാക്കന്മാരിലെ ഋഷികൾ, ച അവരും, രാജർഷി രാജാക്കന്മാരിൽ ഋഷിയായിട്ടുള്ള ആള്, തത്ര അവിടെ, ആസൻ സന്നിഹിതരായി, ദൃഷ്ടും ഒരു നോക്ക് കാണുന്നതിനായി, ഭരതരാജാവ് ഭരതന്റെ അനന്തരഗാമികൾ, പുംഗവം, പുംഗവൻ എന്ന് വെച്ചാൽ മുഖ്യൻ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ തത്ര ബ്രഹ്മർഷയ സർവേ ദേവർഷയശ്ച സത്തമ രാജർഷയശ്ച തത്രാസൻ ദൃഷ്ടും ഭരത പുംഗവം എന്നുള്ളത്. അപ്പൊ ഇവിടെ അതിന്റെ വിവർത്തനം നമുക്ക് വായിക്കാം. ഭരണവംശത്തിന്റെ അധിപനായ ഭീഷ്മരെ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രം ഈ പ്രപഞ്ചത്തിലെ എല്ലാ മഹാത്മാക്കളും ദേവർഷികളും രാജർഷികളും വിപ്രഷികളും രാജാക്കന്മാരും അങ്ങനെ സത്വഗുണത്തിൽ അധിഷ്ഠിതരായ സർവരും അവിടെ ഒത്തുചേർന്നു എന്ന് പറയുന്നു. അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, വിണ്ണിൽ നിന്നും പതിച്ചു ഒരു ദേവനെ പോലെ അവിടെ ഭൂമിയിൽ കിടക്കുന്ന ആ ഭീഷ്മപിതാമഹനെ രാജാവ് യുധിഷ്ഠിരനും അദ്ദേഹത്തിന്റെ ഇളയ വ്രതാക്കളും ശ്രീകൃഷ്ണ ഭഗവാനും പ്രണമിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിപ്പോ പറയുന്നു, നമുക്ക് പറഞ്ഞു വരുന്നു, ഭരണവംശത്തിന്റെ അധിപനായ ഭീഷ്മരെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം ഈ പ്രപഞ്ചത്തിലെ മഹാത്മാക്കളെല്ലാം അവിടെ കൂടിയിരിക്കുന്നു. അക്കൂട്ടത്തിൽ ദേവർഷികളുണ്ട്, രാജർഷികളുണ്ട്, വിപ്രഷികളുണ്ട്, രാജാക്കന്മാർ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം അതിന്റെ പർപ്പോട്ട് നമുക്ക് ഭാവാർത്ഥം പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ലേഷൻ പർപ്പോട്ട് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. ആത്മീയ സംപ്രാപ്തിയിലൂടെ പരിപൂർണതയിൽ എത്തിച്ചേർന്നവരാകുന്നു ഋഷിമാർ. അത്തരം ആത്മീയ സംപ്രാപ്തി രാജാവിനും ഭിക്ഷാന്തേഹിക്കും അങ്ങനെ ഏവർക്കും പ്രാപ്തമാക്കാവുന്നതാകും. ഭീഷ്മദേവൻ സ്വയം ബ്രഹ്മർഷികളിൽ ഒരാളും ഭരതരാജാവിന്റെ അനന്തരഗാമികളിൽ വരിഷ്ഠനുമാകും. എല്ലാ ഋഷിമാരും സത്വഗുണത്തിൽ അധിഷ്ഠിതരാകുന്നു. അവരെല്ലാവരും മഹായോദ്ധാവിന്റെ മരണാസന്ന വൃത്താന്തമറിഞ്ഞ് അവിടെ സമ്മേളിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഇവരെല്ലാവരും ഭീഷ്മപിതാമഹൻ വീണു എന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവരും അവിടെ വരികയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം സ്വച്ഛന്ത മൃത്യുവാണെന്നറിയാം. ഏത് സമയത്തും അദ്ദേഹം വിചാരിച്ചാൽ തിരിച്ചു പോകാനുള്ള കഴിവുണ്ട് എന്നും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട്
അദ്ദേഹം എന്ത് ചെയ്തു? ആ സ്വച്ഛന്ത വൃത്തിയായ ആള് അദ്ദേഹം കിടക്കുന്ന അവിടത്തേക്ക് ഭഗവാനും പാണ്ഡവരും പോകുന്നു എന്നറിഞ്ഞിട്ട് സർവമാന ഋഷിമാരും അവിടെ എത്തിച്ചേർന്നു എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് എല്ലാ മഹാത്മാക്കളും എന്ന് വെച്ചാൽ ഏറ്റവും പരിശുദ്ധരായിട്ടുള്ള മഹാത്മാവായിട്ടുള്ള എല്ലാവരും വന്നു. പിന്നെ ദേവർഷിമാരും വന്നു, രാജർഷിമാരും വന്നു. അതിനെ പലതായിട്ട് പറഞ്ഞിരിക്കുന്നു. വിപ്രഷികളും വന്നു എന്ന് പറഞ്ഞു. ദേവഋഷി എന്ന് പറയുന്നത്, ആ ദേവർഷി എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മർഷി, ദേവർഷി എന്നൊക്കെ പറഞ്ഞു. ദേവർഷി ആരെ കുറിച്ചാണ് നിങ്ങൾ കേട്ടുള്ളത്? ദേവർഷി കേട്ടിട്ടുണ്ടല്ലോ, ദേവർഷി. താങ്ക് യു മാതാജി. നാരദൻ. അതുപോലെ പിന്നെ ആരുണ്ട്? അസിതൻ, അല്ലെ? അപ്പൊ നമ്മള് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ, എന്നോട് ആരെക്കുറിച്ചൊക്കെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? ആ അർജുനൻ പറയുന്നില്ലേ, നാരദനും അസിതനും ദേവലനും വ്യാസനും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഭഗവാൻ ആരാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ അങ്ങ് തന്നെ സ്വയം പറഞ്ഞു തന്നിരിക്കുന്നുവെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നാരദരുണ്ട്, ആസിതനുണ്ട്, വത്സരനുണ്ട്. അവരൊക്കെ ദേവഋഷികളാണ്. ദേവർഷേശ്ച സത്തമന്മാരെ. അതിൽ നാരദരെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ അറിയുന്ന, ആസിതനും നാരദരും ഒക്കെ. പിന്നെ ദേവർഷേശ്ച സത്തമ രാജർഷയച്ച സത്താസൻ. രാജഋഷി, രാജാക്കന്മാരിൽ ഋഷിയായിട്ടുള്ളവർ രാജഋഷി എന്ന് പറയുമ്പോൾ, അപ്പൊ രാജാവായിരുന്നു ആര്? ഏത് ഋഷി? ഒരു വലിയ ഋഷി, ഏറ്റവും പ്രധാനപ്പെട്ട ഋഷി രാജാവായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? വിശ്വാമിത്രനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പൊ ആ വിശ്വാമിത്രൻ രാജഋഷിയായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ ജനകൻ ആരാണ്? രാജഋഷി അല്ലേ ജനകൻ. പിന്നെ ഋതുപർണൻ എന്നും പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹവും രാജഋഷി തന്നെ. അപ്പം ജനകനെ വിശ്വാമിത്രനാണ് പ്രധാനം. നമ്മളൊക്കെ അറിയാവുന്ന, നമ്മൾ സാധാരണ വായിക്കുമ്പോൾ കിട്ടുന്ന രാജഋഷി എന്ന് പറയുന്നത് ആരാണ്? ഈ ജനകനും വിശ്വാമിത്രനും ആയിരുന്നു. ബ്രഹ്മഋഷീസ് ആരൊക്കെയാണ്? അത്രി, അങ്കിരസ്, പുലഹനെ, പുലസ്ത്യനെ, ക്രതു, മരീചി, വസിഷ്ഠന്. ഇവരൊക്കെയാണ് ബ്രഹ്മഋഷീസ് എന്ന് പറയുന്നത്. സപ്തഋഷീസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? സപ്തഋഷികൾ ആരൊക്കെയാണെന്നുള്ളത്. അപ്പം ആ സപ്തഋഷീസ് അത്രി, ഭരദ്വാജൻ, ഗൗതമൻ, ജമദഗ്നി, കശ്യപൻ, വസിഷ്ഠൻ, വിശ്വാമിത്രൻ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അപ്പം ബ്രഹ്മഋഷീസും ഉണ്ട്, സപ്തഋഷീസും ഉണ്ട്. ആരൊക്കെയാ? ബ്രഹ്മഋഷീസ്, സപ്തഋഷീസ് ഒക്കെ ഉണ്ട്. ആ കൂട്ടത്തിലെ ദേവർഷി, രാജർഷി, രാജാവായിട്ട് ഋഷിയായിട്ടിരിക്കുന്ന ആള്, അതൊരു വശത്ത്. രാജർഷീസ്. പിന്നെ ആരാണ് വന്നത്? ദേവർഷേശ്ച രാജർഷേശ്ച തത്രാസൻ ദൃഷ്ടും ഭരതപുംഗവം എന്ന്. അപ്പം ജനകൻ തന്നെ അഷ്ടാവക്രനിൽ നിന്ന് എല്ലാ നോളജും നേടിയെടുത്ത ആളായിരുന്നു ജനക മഹാരാജ. അപ്പൊ ആ ജനകനും അതുപോലെ പിന്നീട് അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് എക്സാമ്പിളാണ് പറയുന്നത് ഇവിടെ. ജനകൻ എന്ന് പറയുന്നതല്ല, ഇവിടെ വന്നു എന്നല്ല പറയുന്നത്. അക്കാലത്ത് ജീവിച്ചിരുന്ന എല്ലാ രാജാക്കന്മാരും, എല്ലാ ഋഷിമാരും അവിടെ എത്തിച്ചേർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ബ്രഹ്മഋഷീസ്, സപ്തഋഷീസ്, രാജഋഷീസ്, പിന്നെ വിപ്രഋഷീസ്. എന്തുവാ ബ്രഹ്മഋഷീസ്? ബ്രാഹ്മണരായിട്ടുള്ള സേജസ്, അവരും അവിടെ എത്തിച്ചേർന്നു. അപ്പൊ ഇവരെല്ലാവരുടെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സത്വഗുണത്തിൽ അധിഷ്ഠിതരായിരുന്നു അവരെല്ലാവരും എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. സത്വഗുണത്തിൽ അധിഷ്ഠിതരായിരുന്നു. അപ്പൊ ഋഷിമാരെന്ന് പറയുന്നത് ആത്മീയ സംപ്രാപ്തിയിലൂടെ പരിപൂർണതയിൽ എത്തിച്ചേർന്നവരെയാണ് നമ്മള് ഋഷിമാരെന്ന് പറയുന്നത്. അപ്പം രാജാവിനും അതുണ്ടാക്കാം, ഭിക്ഷാന്തേഹിക്കും, അങ്ങനെ എല്ലാവർക്കും പ്രാപ്തമാക്കാൻ കഴിയുന്നതാണെന്ന് നമുക്കിവിടെ പറഞ്ഞു തന്നിരിക്കുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു ഇതിനെ കുറിച്ച് നോക്കുമ്പോഴേ, ഭീഷ്മദേവനെ കുറിച്ച് കേൾക്കുമ്പോഴേ, അദ്ദേഹം വളരെ വലിയ ഉന്നതമായ പൊസിഷനിൽ എത്തിയിരുന്ന ആളാണ്. ബ്രഹ്മർഷികളിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നു. അതുപോലെ ഭരത മഹാരാജാവിന്റെ അനന്തര വംശത്തിൽപ്പെട്ട ആളും ആയിരുന്നു. അപ്പൊ അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ഭരത രാജാവിന്റെ വംശത്തിൽപ്പെട്ട ആളാണ് എന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ജനറേഷനെ കുറിച്ച് പഠിക്കുമ്പോഴേ, ഭരതൻ എന്ന് പറയുന്നത് ഭരതവംശം സ്ഥാപിച്ച ആളാണ് ഭരതൻ എന്ന് പറയുന്നത്. ഭരത മഹാരാജാവാണ് ഭരതവംശം സ്ഥാപിച്ചത്. ആ ഭരതവംശം സ്ഥാപിച്ചത് ആരുടെ മകനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഭരത മഹാരാജാവ് ഭരതവംശം സ്ഥാപിച്ചു.
ആരുടെ മകനാണ്? ശകുന്തളയുടെ പുത്രനായിരുന്നു ആ ഭരതവംശം സ്ഥാപിച്ചത്. ഭാരതം എന്ന പേര് കിട്ടാൻ കാരണം വേറൊരു ഭാരത മഹാരാജാവിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പിന്നീട് എന്താണ്, ആ ഒരു ജീവിതം ഉപേക്ഷിച്ച് പോയിട്ടും തിരിച്ചു വരേണ്ടി ജന്മം എടുക്കേണ്ടി വന്ന ആ ഭരത മഹാരാജാവിനെ കുറിച്ച്, അത് ഭാരതം എന്ന പേര് നമുക്ക് ലഭിക്കാൻ കാരണമായി തീർന്നത്. ഇത് ഭാരതവംശം സ്ഥാപിച്ചാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. അപ്പം ഇത് മറ്റൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. നമുക്ക് ഈ ഒരു ശ്ലോകത്തില് അവിടെ ബ്രഹ്മർഷിമാരും കൂടി, ദേവർഷിമാരും കൂടി, രാജർഷിമാരും കൂടി അങ്ങനെ ഈ ഭരത പുങ്കവനെ കണ്ടെത്തുന്നതിനെ, അങ്ങനെ ഏറ്റവും വലിയ ഏതെല്ലാം രീതിയിൽ ഉള്ള ആളാണോ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നതിനുമായിട്ട് ഇവരെല്ലാം അവിടെ കൂടിയിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞു, ഭീഷ്മർ ശൗര്യത്തിൽ ഇന്ദ്രനോട് തുല്യനാണ്, ഇന്ദ്രന് അപ്പുറത്താണെങ്കിലേ ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ സ്ഥൈര്യത്തിൽ ഹിമാലയത്തെ പോലെ ഉറച്ചു നിൽക്കുന്നവനാണ്. അതുപോലെ ഗാംഭീര്യത്തിൽ സമുദ്രത്തെ പോലെ ഈക്വലായിട്ടുള്ള ആളാണ്. അതുപോലെ സഹനശീലത്തിൽ ഭൂമിക്ക് തുല്യനുമാണ് എന്നവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതി നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഭാരതത്തിൽ നിന്ന്, മഹാഭാരതത്തിൽ നിന്ന് അറിയാൻ. അപ്പൊ ഇങ്ങനെ അദ്ദേഹം ആയുധം താഴ്ത്തി വെച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആർക്കും തന്നെ കഴിയുകയില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അവിടെ കിടക്കുന്നത്. അദ്ദേഹം അറിവിൽ ഏറ്റവും വലിയ, ഏറ്റവും ഉന്നതമായ അറിവ് നേടിയ ആളുകൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അവിടെ വെച്ച് എന്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന്, അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത് എന്താണ് അവിടെ ചെന്നത് കൊണ്ട്, അവിടെ കൊണ്ടുപോയത് കൊണ്ട്? ആർക്കെങ്കിലും പറയാമോ? നമ്മൾ ഡെയിലി വായിക്കുന്ന ബുക്കാണ്. മിക്ക ആൾക്കാരും ഡെയിലി നമ്മുടെ നാമജപത്തോടൊപ്പം തന്നെ അതും വായിക്കാറുണ്ട്, പറയാറുണ്ട്. വിഷ്ണു നമ്മൾ നാമജപത്തോടെ 16 റൗണ്ട്സ് ചെയ്യുന്നതിനോടൊപ്പം അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമം. ആ വിഷ്ണു സഹസ്രനാമത്തിലാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്തേ, ഈ ജന്മസംസാര ബന്ധനത്തിൽ നിന്നും മുക്തമാക്കാൻ എന്തിന് കഴിയും എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരവും പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഭീഷ്മ പിതാമനെ കുറിച്ച് പറഞ്ഞാൽ തീരാത്ത പോലെ കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ഇനി എന്തെങ്കിലും നമുക്കിവിടെ നിർത്താം, സമയം കഴിഞ്ഞു അല്ലെ? അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ട് കൂടുതലായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറയാം. അതേ സമയം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും തിരുത്താം. അതുപോലെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ട് പറഞ്ഞു തരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പറയൂ മാതാജി. അറിയാത്തതാ, എനിക്കറിയാത്ത കാരണാണ്. ഈ ബ്രഹ്മഋഷികളും രാജഋഷിമാരുടെ കാര്യം മാതാജി പറഞ്ഞല്ലോ. ഇവര് എങ്ങനെയാണ് അത് അങ്ങനെ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ സപ്തഋഷിമാരും, അപ്പൊ എനിക്ക് അതിന്റെ ഡിഫറൻസ് അറിയില്ല മാതാജി. അതുകൊണ്ടാണ് സപ്തഋഷി എന്താണ് അവർക്കുള്ള പിരിയുന്നത്. സപ്തഋഷി എന്ന് പറയുന്നത് ഓരോ സൃഷ്ടി നടക്കുമ്പോഴും പെക്യുലിയാരിറ്റി എന്താണ് അവിടെ, അതുകൊണ്ട് ചോദിച്ചതാ. ഏതാ മാതാജി? എന്താ മാതാജി? ഹരികൃഷ്ണ മാതാജി പോയോ? കേട്ടില്ല. മാതാജി ലാസ്റ്റ് പറഞ്ഞത് ഞാൻ കേട്ടില്ല. എന്താ പറഞ്ഞു? ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് എനിക്ക് അറിയില്ല മാതാജി. അത് കാരണം എനിക്കറിയില്ല. ബാക്കി എല്ലാവർക്കും അറിയെങ്കിൽ എന്റെ അറിവനുസരിച്ച് മാതാജി, സപ്തഋഷികൾ എന്ന് പറയുമ്പോൾ ഓരോ സൃഷ്ടി നടക്കുമ്പോഴും ഓരോ ഇതിനുമനുസരിച്ച് 8 ഋഷിമാര് വരുന്നുണ്ട്, സപ്തരെ തെരഞ്ഞെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആ മെറ്റീരിയൽ എലിമെന്റ്സിന്റെ ഇതൊക്കെ അനുസരിച്ച് അവരുടെ പ്രാധാന്യം കൊടുക്കുന്ന, അതിനെക്കുറിച്ചൊക്കെ പഠിച്ചെടുത്ത ആൾക്കാർ. അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയാം അവർക്ക്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ മുൻഗണനയിലാണ്, അതുപോലെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്കറിയാം. അപ്പൊ ഇതിനെക്കുറിച്ചെല്ലാം പൂർണ്ണ ജ്ഞാനം നേടിയ ആൾക്കാരാണ് സപ്തർഷികളായിട്ട്. നമ്മളിപ്പോ കാണുന്നത് ഓരോ സൃഷ്ടി നടക്കുമ്പോഴും സൃഷ്ടിക്കനുസരിച്ച് അവർ മാറി മാറി വരാറുണ്ട്. അപ്പം വളരെയധികം നോളജ്, എല്ലാ കാര്യങ്ങളെ കുറിച്ചും നോളജ് ഉള്ള ആളാണ്. ഇപ്പം ഓരോ സൃഷ്ടിയും നടക്കുമ്പോൾ നമുക്ക്
എന്താണ് സൂര്യൻ മാറുന്നുണ്ട്, ചന്ദ്രൻ മാറുന്നുണ്ട്. ഇങ്ങനെ എല്ലാം മാറുന്ന കൂട്ടത്തിൽ ഈ സപ്തഋഷികളും മാറി മാറി വരാറുണ്ടെന്നാണ് ഞാൻ വായിച്ചതിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് അതിൽ കൂട്ടത്തിൽ ചില ആൾക്കാര് എന്താണ് കൂടുതൽ ഭഗവാനെ കുറിച്ച് കൂടുതൽ മന്നം ചെയ്യും. ചിലര് ഭഗവാനെ കുറിച്ചും അതുപോലെ പ്രകൃതിയെ കുറിച്ചും ഒരുപോലെ പഠിച്ചെടുക്കുന്നവരുണ്ട്. ചിലര് എന്താണ് ആത്മീയ കാര്യങ്ങളിൽ മാത്രം കൂടുതൽ മുന്നോട്ട് പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെ അതിനനുസരിച്ച് ബ്രഹ്മർഷി, അപ്പം ആത്മീയതയെക്കുറിച്ചും അതുപോലെ ഭൗതികതയെക്കുറിച്ചും നമുക്ക് ഏത് നോളജും പറഞ്ഞു തരാൻ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ ആത്മീയതയെക്കുറിച്ച് കൂടുതൽ മുന്നോട്ട് പോകുന്നവരുമുണ്ട്. അപ്പൊ അവര് ബ്രഹ്മഋഷികൾ എന്ന് പറയും. പിന്നെ രാജാക്കന്മാരിൽ ഋഷിമായിട്ടായിട്ടുള്ളവരെയാണ് രാജർഷി എന്ന് പറയുന്നത്. അതുപോലെ പിന്നെ ബ്രാഹ്മണ ഋഷിയായി വരുന്നവരെയാണ് ബ്രാഹ്മൺ ഋഷി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിപ്ര ഋഷി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദേവർഷികൾ എന്ന് പറഞ്ഞാൽ എവിടെയും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാൻ കഴിവുണ്ട് നാരദർക്ക്. അപ്പം ദേവന്മാരുടെ അടുത്തും അതുപോലെ അസുരന്മാരുടെ അടുത്തും അദ്ദേഹത്തിന് പോകാം. അദ്ദേഹത്തിന് അങ്ങനെ എല്ലാവരെയും ഒരുപോലെ സംപ്രീതനാക്കി. നമുക്കറിയാം നാരദർ എവിടെയൊക്കെ പോകുമായിരുന്നു. ഭഗവാന്റെ അടുത്ത് എവിടെയും അദ്ദേഹത്തിന് ചെല്ലാനുള്ള സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ രാവണന്റെ അടുത്തും പോകും, കംസന്റെ അടുത്തും പോകും. എവിടെ പോയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശക്തി. അപ്പൊ അതുകൊണ്ട് ദേവഋഷിയാണ് അദ്ദേഹം. പക്ഷെ ഒരുപോലെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നു. അപ്പൊ ഈ ഓരോ സൃഷ്ടിയും നടത്തുമ്പോൾ ഈ 8 പേര് ഇങ്ങനെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ചു വെക്കുന്നവരെയാണ്. ആദ്യത്തെ സെറ്റ് ദേവർഷി, ഏറ്റവും ഉന്നതരായിട്ടുള്ള ദേവർഷികാര്. പിന്നെ ദേവർഷിമാരും അതുപോലെ രാജർഷി എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരിൽ രാജാവായിരിക്കുന്നു, പക്ഷെ നോളജിന്റെ കാര്യത്തിലും ചെയ്യുന്ന പ്രവൃത്തിയിലും അങ്ങേയറ്റം ഉന്നതരാണ് ഈ രാജർഷിമാര്. പിന്നെ വിപ്രർഷി എന്ന് പറഞ്ഞാല് അവര് ഈ ബ്രാഹ്മണരിലുള്ള ഋഷിമാർ. ഹരേ കൃഷ്ണ, ഇത്രയാണ് എനിക്ക് അറിയാവുന്നത്. അവരെല്ലാം ഇപ്പം ജനകൻ തന്നെയാണെങ്കിൽ ഏറ്റവും വലിയ ഒരാളിൽ നിന്ന് എന്ത് ചെയ്തു, അഷ്ടാവക്രനിൽ നിന്ന് അദ്ദേഹം ഒന്നിനും പ്രാധാന്യം കൊടുക്കാതെ വെറുതെ നടക്കുന്ന ഒരാളാണ് അഷ്ടാവക്രൻ. വളരെ നോളജ് ഉള്ള ആളാണ്. അദ്ദേഹത്തിൽ നിന്നാണ് സ്വീകരിക്കുന്ന നോളജ് സ്വീകരിച്ചിട്ട് സർവ്വവിധ നോളജും അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം രാജഋഷി കൂടിയാണ്. അപ്പം ഋഷിമാരെ പല രീതിയിലുണ്ട്. ആദ്യം ഉണ്ടാകുന്ന ഈ സപ്ത ഋഷികൾ എന്ന് പറയുന്ന അവരാണ് ഈ അത്രി, ഭരദ്വാജൻ, ഗൗതമൻ എന്നൊക്കെ പറയും. ഇവരെല്ലാം ഒരേ ലെവലിലുള്ളവരാണ്. പിന്നെ ഓരോ ഗോത്രങ്ങളാണിത്. ഇതെല്ലാം ഓരോ ഭരദ്വാജ ഗോത്രം. ഇപ്പൊ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇങ്ങനെയൊന്നും ഇല്ലെങ്കിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് സർനെയിം എന്തൊക്കെ ചോദിക്കും, അത് ചോദിക്കും. നിങ്ങൾ ഏത് ഗോത്രത്തിൽപ്പെട്ടവരാണ് എന്ന് ചോദിക്കും. അപ്പൊ ഭരദ്വാജ ഋഷി, അപ്പൊ ഭരദ്വാജ ഗോത്രം, അതുപോലെ ഗൗതമ ഗോത്രം, അങ്ങനെ പല ഗോത്രങ്ങൾ ഉണ്ട്. അതിന്റെയൊക്കെ ലീഡർ കൂടിയാണ് ഈ സപ്തഋഷിമാർ. ഹരേ കൃഷ്ണ മാതാജി, മനസ്സിലായോ മാതാജി? ഹരേ കൃഷ്ണ മാതാജി. മനസ്സിലായി മാതാജി. എനിക്ക് അത് ആരും പറഞ്ഞു തന്നിട്ട് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാട്ടോ. സൃഷ്ടിയോടുകൂടി ഈ സപ്തഋഷിമാരുണ്ടാകും സൃഷ്ടി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് നിർത്താം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ. വേറെ ആർക്കും ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം മാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും വളരെ നന്ദി മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം. താങ്ക് യു. ഹരേ കൃഷ്ണ. എന്താ മാതാജി എന്തെങ്കിലും പറഞ്ഞു? പ്രണാമം പറഞ്ഞതാ. അതെ, ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. പ്രണാം. താങ്ക് യു. പ്രണാം. മാതാജി പ്രണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്തേക്കട്ടെ മാജി. ചെയ്യാം മാതാജി, പറഞ്ഞല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.